ഹായ് ഹലോ വെൽക്കം ടു സി സി ബാങ്ക്. സി സി ബാങ്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പം നമുക്കറിയാം, നമ്മളെ KS കാർഡ് ബാങ്ക് അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാം ഇതാ നമ്മളെ കൈയെത്തും ദൂരത്തെത്തി. അധിക ദിവസങ്ങളൊന്നും നിങ്ങളെ മുന്നിലില്ല എക്സാമിന്. അപ്പം അതുകൊണ്ട് തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്കിനി ബാങ്കിങ്ങിന്റെ 40 മാർക്ക് എങ്ങനെയാണ് നമ്മൾ സ്കോർ ചെയ്യുക? ആ 40 മാർക്ക് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സമയം വൈകാതെ നമുക്ക് എങ്ങോട്ട് പോവാം? നമ്മളെ ഡിസ്കഷനിലോട്ട് പോവാം. ഓക്കെ, നോക്കിയേ, ബാങ്കിങ് 40 മാർക്കാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ 40 മാർക്ക് വാങ്ങണമെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്? നമുക്ക് നോക്കണ്ടേ, ആ 40 മാർക്ക് വാങ്ങണമെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് പഠിക്കേണ്ടതെന്ന് നോക്കിയേ. ഇവിടെ ഒന്നാമത്തായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, നമുക്ക് മൊഡ്യൂളുകൾ വൈസ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഏതാണ്? കൊമേഴ്സ്യൽ ബാങ്ക് ആണ്, അല്ലെ? കൊമേഴ്സ്യൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ് കൊമേഴ്സ്യൽ ബാങ്ക്? അത് കൂടാതെ ആ കൊമേഴ്സ്യൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് പ്രൈമറി എന്താണ്, സെക്കൻഡറി ഫംഗ്ഷൻ എന്താണ് ബാങ്കുകളുടെ, അതേപോലെ എങ്ങനെയാണ് കൊമേഴ്സ്യൽ ബാങ്ക് വന്നിരിക്കുന്നത്, അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, കൂടാതെ പ്രധാനമായും BSBDA, അതേപോലെ അക്കൗണ്ടുകൾ, ഓവർ ഡ്രാഫ്റ്റ്, ബിൽ ഡിസ്കൗണ്ടിങ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ ഒന്നാമത്തെ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. കൊമേഴ്സ്യൽ ബാങ്ക്. അപ്പോൾ ആ കൊമേഴ്സ്യൽ ബാങ്ക് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് വേണം, നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അടുത്തത് സെൻട്രൽ ബാങ്കിങ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെൻട്രൽ ബാങ്കിങ് എന്നൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം സെൻട്രൽ ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയുമായി സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു സെൻട്രൽ ബാങ്ക് ഉണ്ട്, അല്ലെ? നമുക്കൊരു സെൻട്രൽ ബാങ്ക് ഉണ്ട്. നമ്മളെ സെൻട്രൽ ബാങ്കിന്റെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. നോക്കി, ഇവിടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും നമ്മളെ ബാങ്കിങ് സെക്ഷനിലെ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മളെ സെൻട്രൽ ബാങ്കിങ് എന്ന് പറഞ്ഞാല്. പ്രധാനമായിട്ടും എന്താണ് സെൻട്രൽ ബാങ്കിങ്, അവിടെ എന്താണ് ഇഷ്യൂയിങ് കറൻസി, എങ്ങനെയാണ് ഗവൺമെന്റിന്റെ അക്കൗണ്ട് അവിടെ മാനേജ് ചെയ്യുന്നത്, ബാങ്കുകൾ എങ്ങനെ സൂപ്പർവൈഷൻ ചെയ്യുന്നു, അതേപോലെ എങ്ങനെയാണ് മോണിറ്ററി പോളിസി അവിടെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. കൂടാതെ എന്താണ് അവിടെ നമുക്കറിയാം, നമ്മൾ പ്രധാനമായിട്ടും ബാങ്കിങ്ങുമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, RBI ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ വരേണ്ട ഒന്നാണ് CRR, SLR. അപ്പോൾ എന്താണ് CRR, SLR, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് നമ്മളെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കണം. അതാണ് നോക്കിയേ, സ്റ്റുഡൻസ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ലൈക്ക് CRR, SLR, OMO, ബാങ്ക് റേറ്റ് പോളിസി, മോറൽ സ്യൂഷൻ ആൻഡ് മാർജിൻ റിക്വയർമെന്റ്. ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. പിന്നീട് എങ്ങോട്ടാ പോകുന്നത്? ഇനി പഠിക്കേണ്ടത് നോളജ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ദി ഡെവലപ്മെന്റ് റോൾ ഓഫ് RBI ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെക്കാനിസം ഇസ് ഓൾസോ എസെൻഷ്യൽ. ഈ കാര്യങ്ങളാണ് നമ്മൾ സെൻട്രൽ ബാങ്കിങ് ആൻഡ് RBI എന്ന രീതിയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം. സെൻട്രൽ ബാങ്കിങ് RBI നമ്മൾ മൂന്നായി തരംതിരിച്ചാൽ എന്താണ് അവിടെ RBIയുടെ ഫങ്ഷൻസ് പ്രധാനമായിട്ടും, പിന്നീട് എന്തൊക്കെയാണ് അവിടെ ടെക്നിക്കുകൾ, പിന്നീട് എങ്ങനെയാണ് അവിടെ ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട RBI എന്തൊക്കെയാണ് മുന്നോട്ട് നിന്ന് നമുക്ക് കാണുന്നത്. ഈ ഒരു കാര്യങ്ങളാണ് ഇവിടെ രണ്ടാമത്തെ മൊഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രധാനമായും പഠിക്കാനുള്ളത്. ഇനി 3 പോകാൻ നോക്കിയേ, ഇന്ത്യൻ ബാങ്കിങ് എവിടെയാണ്? പ്രീ ലിബറലൈസേഷൻ ആണ്. ഇപ്പൊ ഇവിടെ ഇന്ത്യൻ ബാങ്കിങ്ങിനെ തന്നെ അവിടെ എന്താക്കി തരംതിരിച്ചു? പ്രീ ലിബറലൈസേഷൻ പീരീഡ്, അതേപോലെ പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ് എന്നിങ്ങനെ അവിടെ തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് എവിടെയാണ്? പ്രീ ലിബറലൈസേഷൻ പീരീഡ് ആണ്. നോക്കിയേ, ദി പാർട്ട് ഓഫ് ഫോക്കസ് ഓൺ ദി ഹിസ്റ്ററി ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡിംഗ് ദ ഫോർമേഷൻ ഓഫ് ഇംപീരിയൽ ബാങ്ക്, ക്രിയേഷൻ ഓഫ് SBI ആൻഡ് നാഷണലൈസേഷൻ ഓഫ് മേജർ ബാങ്ക്. ആദ്യത്തെ സെഷനിൽ നമ്മൾ പഠിക്കാനുള്ളത് ഏതാണ്? നമ്മളെ ബാങ്കിങ്ങിന്റെ ഹിസ്റ്ററി നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നീട് നമ്മൾ ഇംപീരിയൽ ബാങ്ക്, SBI തുടങ്ങിയവയുടെ ഫോർമേഷൻ നമ്മൾ പഠിക്കണം. പിന്നീടാണ് നമ്മുടെ മേജർ ബാങ്കുകൾ, പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളിലായിട്ട് നമ്മളെ ഇന്ത്യയിൽ നടന്ന നാഷണലൈസേഷൻ. ആ നാഷണലൈസേഷൻ ഏതൊക്കെ ബാങ്കുകൾ ആദ്യത്തേല്, ഏതൊക്കെ ബാങ്കുകൾ രണ്ടാമത്തേല്, അതിന് ചുക്കാൻ പിടിച്ചത് ആരാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ എവിടെ പഠിക്കണം? ഈ ഒരു ഘട്ടത്തിൽ പഠിക്കണം. അടുത്ത സെഷനിലാണ് വരുന്നത് എന്താണ്? ലീഡ് ബാങ്ക് സ്കീം,
സർവീസ് ഏരിയ അപ്രോച്ച്, RRBs, അതേപോലെ അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെന്റും സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിനെപ്പറ്റിയും ഈ ഒരു മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ മൊഡ്യൂൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. പിന്നീട് 4ലേക്ക് കടന്നു. നമ്മൾ പ്രീ ലിബറലൈസേഷൻ പീരീഡ് ആയിരുന്നു, ഇനി പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ അവിടെ എന്താണ് നമ്മുടെ 1991 ശേഷം ഉണ്ടാവുന്ന മാറ്റങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ടും വരുന്നുണ്ട് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ, അതുപോലെ പ്രൈവറ്റ് ബാങ്കിങ് എന്തൊക്കെയാണ്, അതുപോലെ മെർജേഴ്സ് എന്താണ്, സ്മോൾ ഫിനാൻസ് ബാങ്ക്, പേയ്മെന്റ് ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, കൂടാതെ പ്രധാനപ്പെട്ട യോജനാസ്, മൊബൈൽ ബാങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എവിടെ പഠിക്കേണ്ടത്, 4ാമത്തിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്, ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ദെൻ 5ലേക്ക് നമ്മൾ എത്തി. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അഥവാ BR ആക്ട്. BR ആക്ട് അവിടെ പ്രധാനമായിട്ട് നോക്കി, എവരി സീരിയസ് ബാങ്കിങ് എക്സാം ആസ്പിരന്റ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി ഫണ്ടമെന്റൽസ് ഓഫ് ദി ആക്ട്. അല്ലെ, ഈ ഒരു ആക്ടിന്റെ ഫണ്ടമെന്റൽസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇതിൽ പ്രധാനമായിട്ടും ഡെഫിനിഷൻസ്, അതേപോലെ വോട്ടിംഗ് റൈറ്റ്, റിസർവ് ഫണ്ട്, ലൈസൻസിങ്, ഇൻസ്പെക്ഷൻ, ഓഡിറ്റ് പ്രൊവിഷൻ ആൻഡ് റൂൾസ് റിലേറ്റഡ് ടു മേർജിങ് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്ക്. അതായത് ഇത്രയും ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ഒരു ആക്ടിന്റെ ബലത്തോടു കൂടി ഇതാണ് ചെയ്യേണ്ടത് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് BR ആക്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഫോർമേഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു BR ആക്ട് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ആ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഓരോ സമയത്തും എന്താണ് ചെയ്യേണ്ടത് എന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും BR ആക്ടിലൂടെ. ഓക്കെ, അപ്പോൾ BR ആക്ടിൽ നിന്ന് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. 6ാമത്തെ നമ്മൾ പോവാണ് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്. നമുക്കറിയാം, നമ്മളൊക്കെ ബാങ്കിൽ പോകുന്ന ആൾക്കാരാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ബാങ്കിൽ ഒരു മാസത്തിൽ എത്രയെങ്കിലും പ്രാവശ്യം പോകാറുണ്ട്. പക്ഷേ നമ്മൾ പോകുന്നു, നമ്മളെ എന്താണോ നമുക്കുള്ള ആവശ്യം നമ്മളത് ചെയ്യുന്നു പോരുന്നു, അത്ര മാത്രമേ അവിടെ ഉള്ളൂ. എന്നാലും എന്താണ് ഇവിടെ ബാങ്കിൽ നടക്കുന്നത് നമുക്കറിയണ്ടേ. ബാങ്കിൽ എന്തൊക്കെ നടക്കുന്നു, ബാങ്കിന്റെ കസ്റ്റമർ എങ്ങനെയാണ്, ആ കസ്റ്റമർ വന്നാൽ ഏത് തരത്തിലുള്ള കസ്റ്റമറാണ്, അവർക്ക് ബാങ്ക് എന്താണ് ചെയ്തു കൊടുക്കുന്നത്, അത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് അതിന്റെ പരിണിത ഫലങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കും കൂടി അറിയണം. ഇത് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമല്ല, നമ്മൾക്ക് നമ്മളുടേതായ ഒരുപാട് നോളജ് വർദ്ധിപ്പിക്കാനും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് അറിയാനും നമുക്കതെന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെ, പ്രാക്ടീസസ് ഓഫ് ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും എന്താണ്, ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്, അവിടെ റൈറ്റ്, ഡ്യൂട്ടീസ്, ചെക്ക് ഓപ്പറേഷൻസ്, സീക്രസി ഓഫ് കസ്റ്റമർ, അക്കൗണ്ട്സ്, ഗാർണിഷ് ഓർഡർ ആൻഡ് ഡിസ്ഓണേഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ചെക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കയ്യിൽ കൂടെ ഒരുപാട് ചെക്കുകൾ പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അവിടെ പ്രോപ്പറായിട്ട് നടക്കുന്നത്, എങ്ങനെയാണ് ഒരു കസ്റ്റമറിന്റെ ഡ്യൂട്ടി എന്ത്, ബാങ്കറിന്റെ ഡ്യൂട്ടി എന്ത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സാമിന് മാത്രമല്ല നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനും കൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന തരത്തിലാണ് നമുക്കിത് പഠിക്കാൻ വേണ്ടി പറ്റുക. കൂടാതെ അവിടെ പ്രധാനമായിട്ട് നമ്മൾ ജോയിന്റ് അക്കൗണ്ട്, ഫേം, NRI അക്കൗണ്ട്, കമ്പനീസ്, ക്ലബ്ബ്, സൊസൈറ്റീസ്, ഇവരുടെയൊക്കെ അക്കൗണ്ട് എങ്ങനെയാണ്, അവയുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻ എങ്ങനെയാണ്, ഈ കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മൊഡ്യൂൾ പ്രോപ്പറായിട്ട് പഠിക്കണം. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് നമ്മൾ പോവാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ടൊരു ആക്ട് ഉണ്ട്, NI ആക്ട്. അല്ലെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന് മാത്രമായിട്ടൊരു ആക്ട് ഉണ്ട്, അവിടെ ഏതാണ്, NI ആക്ട്. അപ്പൊ ഇവിടുന്ന് ഏതൊക്കെയാണ് നോക്കേണ്ടത്, ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പറയാണ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. കൂടാതെ അതിൽ പ്രധാനമായിട്ടും എൻഡോഴ്സ്മെന്റ് എന്താണ്, അതിന്റെ ടൈപ്പ് എന്താണ്, അതുപോലെ ചെക്കിന്റെ ക്രോസിംഗ് എന്താണ്, മാർക്കിംഗ് എന്താണ്, അതേപോലെ തന്നെ എന്താണ് റോൾ ഓഫ് പേയിങ് ആൻഡ് കളക്ടിങ് ബാങ്കേഴ്സ് എന്തൊക്കെയാണ്, അവ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് ചില സമയത്ത് നമ്മളെ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒരു ചെക്ക് തരികയാണ്. ചെക്ക് തന്നപ്പോൾ ചെക്കിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ എന്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. നമ്മൾ പോയപ്പോൾ നമുക്കിത് ബുദ്ധിമുട്ടാണ്, എന്താണ് ഈ മാർക്ക് ചെയ്തത്, നമുക്ക് ഡൗട്ട് വരും. പക്ഷെ നമുക്ക് മനസ്സിലാവും അത് മാർക്കിംഗ് ആണ്, അത് ചില സ്പെസിഫിക് ആയുള്ള റീസൺ അതിനുണ്ട്. അതായത് ഈ ചെക്ക് മാറണമെങ്കിൽ ഇന്ന തരത്തിലേ മാറാൻ വേണ്ടി പറ്റുള്ളൂ, ചിലപ്പോൾ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്ക് ആയിരിക്കാം, അല്ലെ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, അവിടെ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പഠിക്കുന്ന സമയത്ത് ചെക്ക്
നമ്മൾ ചെക്ക് കഴിഞ്ഞ ക്ലാസ് പഠിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞൊരു മൊഡ്യൂൾ നമ്മൾ നോക്കി. അതാ കൂടാതെ അതിന്റെ ക്രോസിംഗ് എങ്ങനെയാണ്, ആ ക്രോസിംഗ് ഏതൊക്കെ തരത്തിലാണ് പോകുന്നത് എന്നീ കാര്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രോപ്പറായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അടുത്തത് 8ാമത്തതാണ് അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ്. ഏതാണ് നോക്കിയേ, ദി കോർ ഏരിയ ഓഫ് റൂറൽ ഓറിയന്റഡ് എക്സാംസ്. ടോപ്പിക് ഇൻക്ലൂഡ് അഗ്രികൾച്ചറൽ ലോൺസ്, ഷോർട്ട് മീഡിയം ലോങ് ടേം, ക്രോപ്പ് ലോണ്, കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്സ്, SST, ബാങ്കിങ് ലിങ്കേജ് ആൻഡ് നബാർഡ് ഈസ് കീ ഫംഗ്ഷൻ. ഇവിടെ പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മളെ റൂറൽ ഏരിയ, ഈ റൂറൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാവുന്ന കൃഷി അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്നിങ്ങനെ നോക്കുന്നതാണ് പ്രധാനമായിട്ടും അവിടെ ഈ മൈക്രോ ഫിനാൻസ് ആൻഡ് അഗ്രികൾച്ചർ എന്ന മൊഡ്യൂൾ കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ്, അഗ്രികൾച്ചർ ലോണുകൾ ഏതൊക്കെയാണ്. അത് 3 തരത്തിലുണ്ട്, ഷോർട്ട് ടേം, മീഡിയം, ലോങ് ടേം എന്ന രീതിയിൽ. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രോപ്പ് ലോണുകൾ ഏതാണ്, കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആണ് KCC, ഏതാണ്, കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഏതാണ്, കിസാൻ ക്രെഡിറ്റ് കാർഡ്. പിന്നെ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. കൂടാതെ നമ്മളെ നബാർഡിനെ പറ്റി നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അല്ലെ. ഏതാണ്, നബാർഡിനെ പറ്റി പഠിക്കുന്നുണ്ട്. നബാർഡിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഏതാണ് എന്നീ കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ടെക്നോളജി ഇൻ ബാങ്കിങ്. ഇവിടെ ഈ ടെക്നോളജി ഇൻ ബാങ്കിങ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ എന്താ ചെയ്യുക, ആധികാരികമായിട്ട് പഠിക്കുക നമ്മൾ പറയാറില്ലേ. അതായത് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോയി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മൾ നേരെ ഗൂഗിൾ പേയിൽ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അല്ലെ. ഗൂഗിൾ പേയിൽ കൂടി പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, അല്ലെ ഭീം ആപ്പ് വഴിയോ അല്ലെങ്കിൽ അതാത് ബാങ്കിന്റെ ആപ്പ് വഴിയോ നമ്മൾ എന്ത് ചെയ്യുന്നു, പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ അക്കൗണ്ടിൽ നിന്നും അയാളുടെ അക്കൗണ്ടിലേക്ക് എന്ത് കിട്ടും, പൈസ കിട്ടുന്നു, കഴിഞ്ഞു, അവിടെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. പക്ഷേ ഇത് വന്നിട്ട് എത്ര വർഷമായി, ഇങ്ങനൊരു പദ്ധതി വന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു സാങ്കേതിക വിദ്യ വന്നിട്ട് എത്ര വർഷമായി, അതിന് മുന്നേ എന്തായിരുന്നു, അതിൽ നിന്നും ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ്, എങ്ങനെയൊക്കെയാണ് ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അത് കൂടാതെ എനിക്ക് മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കണം, ആദ്യമൊക്കെയാണ് പൈസ കൈ കൊടുക്കുകയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ പൈസ എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ ഇപ്പൊ അതിനൊന്നും ആവശ്യമില്ല. എന്താ, എനിക്ക് എത്ര ദൂരമുള്ള ആൾക്കാർക്കും എനിക്ക് അന്നേരം തന്നെ എന്ത് ചെയ്യാം, ഗൂഗിൾ പേയിൽ കൂടെ അല്ലെങ്കിൽ അതാത് ബാങ്കിന്റെ ആപ്പിലൂടെ എനിക്ക് എന്ത് ചെയ്യാം, അല്ലെ ഭീം ആപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതിന് എങ്ങനെയാണ്, കണക്കുകൾ എത്ര, ഒരേ സമയം എത്ര അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഇവിടെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും കൂടിയാണ് നമ്മളിവിടെ പഠിക്കുന്നത് അല്ലെ. നോക്കിയേ, ടെക്നോളജീസ്, അവിടെ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയേ, നെഫ്റ്റ്, RTGS, IMPS, ECS, ATM, IFSC, ഡിജിറ്റൽ വാലറ്റ്, മൊബൈൽ ബാങ്കിങ്, CTS, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഇത് വെറും ഒരു പഠിക്കൽ എന്ന രീതിയിൽ എക്സാമിന് വേണ്ടി മാത്രമല്ല, ഒരു പ്രാക്ടിക്കൽ നോളജ് കൂടിയാണ്. എന്താണ്, ഒരു പ്രാക്ടിക്കൽ നോളജ് കൂടി നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നതിന് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ ആണ് റീസെന്റ് ട്രെൻഡ്സ്. നമ്മളെ ബാങ്കിങ്ങിൽ വരുന്ന റീസെന്റ് ട്രെൻഡ്സ് ആണ് പ്രധാനമായിട്ടും ക്യാമൽസിന്റെ റേറ്റിംഗ്, അതേപോലെ തന്നെ NPA, സർഫേസി ആക്ടുകള്, അതുപോലെ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് മേജർ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ബാങ്കിങ്ങിന്റെ ഏരിയ നമ്മൾ ഒന്നായിട്ട് നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി. ഇനി ചിട്ടയായിട്ടുള്ള ഒരു പഠനമാണ് നമ്മളെ മുന്നോട്ട് വിജയത്തിലേക്ക് നയിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സമയം വളരെ അടുത്താണ് അല്ലെ. ഒരിക്കലും ഒരുപാട് ദൂരം നമുക്ക് എന്ത് ചെയ്യാനില്ല, ചെലവഴിക്കാനില്ല. വളരെ അടുത്താണ് നമ്മൾ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിട്ടയായുള്ളൊരു പഠനമാണ് നമ്മളെ മുന്നിലേക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേസ് കാർഡ്, അതേപോലെ ജൂനിയർ ക്ലർക്ക് കാഷ്യർ, അതേപോലെ നമ്മളെ ഖാദി ബോർഡ്, JCI തുടങ്ങിയ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെ CCയിലെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പോട് കൂടെ തന്നെ ലൈവ് ക്ലാസ്സോട് കൂടി അതേപോലെ PDF നോട്ടോട് കൂടി നമ്മൾ ആരംഭിച്ചതാണ് നമ്മളെ പുതിയ ബാച്ച്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ നമ്മൾ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താണ്, നമ്മളെ പുതുവർഷമാണ് 2026, പുതുവർഷം പിറന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ 2026 സഹകരണ മേഖലയിൽ ഒരു ജോലി കരസ്ഥമാക്കുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങളുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം ഞങ്ങളിലൂടെ സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ അത് നിങ്ങൾക്ക് വളരെ അധികം ഒരു പ്രൗഡ് മൊമെന്റ് കൂടിയാണ് അല്ലെ. നിങ്ങളുടെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾക്ക് കൂടി ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ അത് നേടാൻ വേണ്ടി സാധിക്കട്ടെ. അപ്പൊ നമ്മളെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൂടാതെ താഴെ
നമ്മളെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ, അതായത് ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യാം. അതിലെ ഫ്രീ വെബിനാറുകളും അതേപോലെ മറ്റ് PYQ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ അതിന്റെ ലിങ്ക് താഴെ ഞാൻ മെൻഷൻ ചെയ്തിടാം. കൂടാതെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പൊ 1 മിനിറ്റ് 1 PYQ എന്ന രീതിയിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന കൂടെ തന്നെ ഒരു എന്റർടൈൻമെന്റിന്റെ കൂടെ തന്നെ നമുക്കൊരു PYQ കൂടി അല്ലെ, ഒരു അറിവ് കൂടി നമുക്ക് നേടിയാൽ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് 1 PYQ എന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി നിങ്ങൾക്കുള്ള ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഒരിക്കൽ കൂടി ഈ ഒരു പുതുയുഗത്തില് അല്ലെങ്കിൽ ഒരു പുതുവർഷത്തില് നിങ്ങൾക്ക് എന്ത് ചെയ്യട്ടെ, നല്ല രീതിയിലുള്ള ഒരു സഹകരണ മേഖലയിൽ ജോലി കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. കൂടാതെ വരാനിരിക്കുന്ന എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്